കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിനോളം തന്നെ പ്രസിദ്ധമായ ശ്രീ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ള ആ ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ കാഴ്ചകൾ കർണാടകയിലാണ്, ഉടുപ്പിയിലാണ്. വളരെ മൂകാംബികയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രമാണ്. അതിനപ്പുറം അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ ആരാധിച്ചിരുന്ന ആ വിഗ്രഹമാണെന്നാണ്. ഒരിക്കൽ രുക്മിണിയുടെ ആഗ്രഹം, രുക്മിണി ദേവിക്ക് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ കാണാൻ ആഗ്രഹം തോന്നി. അപ്പോൾ രുക്മിണിയുടെ അഭ്യർത്ഥന പ്രകാരം വിശ്വകർമാവ് പവിത്രമായ ഗോപീചന്ദന ശിലയിൽ ഒരു മനോഹരമായ ബാലകൃഷ്ണ വിഗ്രഹം നിർമ്മിച്ചു. ഒരു കയ്യിൽ തൈരു കടയുന്ന മത്തും മറുകൈയിൽ കയറുമുള്ള ബാലകൃഷ്ണൻ്റെ രൂപമായിരുന്നത്. അങ്ങനെ ദ്വാരക കടലിൽ മുങ്ങിയപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഈ വിഗ്രഹം കടലിൽ മറിഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് മധ്വാചാര്യരുടെ ദർശനം, യുഗങ്ങൾക്ക് ശേഷം 13-ാം നൂറ്റാണ്ടിൽ അദ്വൈത ദർശനത്തിൻ്റെ സ്ഥാപകനായ ശ്രീ മധ്വാചാര്യർ ഉടുപ്പിക്ക് അടുത്തുള്ള മൽപ്പേ കടൽ തീരത്ത് ധ്യാനിക്കുന്ന സമയത്ത് ഒരു വലിയ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ തപോബലം കൊണ്ട് അദ്ദേഹം കപ്പലിന് സുരക്ഷിതമായിട്ട് കരക്കടുപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഇതാക്കുമ്പോൾ രക്ഷപ്പെട്ടപ്പോൾ അവരുടെ ക്യാപ്റ്റൻ വന്നിട്ട് പറയും, എന്തെങ്കിലും സമ്മാനം വേണം, തരാം, അങ്ങ് സ്വീകരിക്കണം. അങ്ങനെ ആ സമയത്ത് വേറൊന്നും വേണ്ട, എനിക്ക് പണമോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങളെ ആ കപ്പലിൽ ഭാരത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഗോപീചന്ദന കട്ടകൾ, അതായത് മണ്ണ് കട്ടകൾ മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ കട്ട ഉടച്ചപ്പോഴാണ് അതിനുള്ളിൽ നിന്ന് അതിമനോഹരമായ ബാലകൃഷ്ണ വിഗ്രഹം കണ്ടെടുത്തത്. ഈ വിഗ്രഹമാണ് മധ്വാചാര്യർ ഉടുപ്പിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതും പൂജകൾക്കായി 8 അഷ്ടമഠങ്ങൾ സ്ഥാപിച്ചതും എന്ന് പറയപ്പെടുന്നു. അതിലുപരിയായിട്ട് മറ്റൊരു ഐതിഹ്യ കഥ കനകദാസനാണ്. കനകന കിണ്ടിയും, അതായത് കനകൻ്റെ ജാലകം. ഉടുപ്പി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യമാണിത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനും കവിയുമായിരുന്ന കനകദാസൻ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനായതിനാൽ അദ്ദേഹത്തിന് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ, ഭഗവാനെ ദർശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അന്ന്. എന്നാൽ ഭഗവാനിൽ പൂർണ്ണമായി അങ്ങനെ ആഗ്രഹിച്ചിരുന്ന കനകദാസൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെ മതിലിനു പുറത്തിരുന്ന് ഭജന പാടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രീതനായ ശ്രീകൃഷ്ണ ഭഗവാൻ മതിൽക്കെട്ടിൽ ഒരു വിള്ളലുണ്ടാക്കി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കനകദാസന് ദർശനം നൽകിയെന്നാണ് വിശ്വാസം. സാധാരണയായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ ഉടുപ്പിയിൽ പ്രതിഷ്ഠ പടിഞ്ഞാറാട്ടാണ്. ഇന്നും ഭക്തർ ക്ഷേത്രത്തിന് പുറത്തുള്ള കനകന കിണ്ടി, ഒരു ചെറിയ 9 ദ്വാരങ്ങളുള്ള ജാലകം വഴി നോക്കിയാണ് ഭഗവാനെ ആദ്യം കാണുന്നത്. അതുപോലെ തന്നെ ഉടുപ്പി എന്ന പേരിന് പിന്നിലുണ്ടൊരു കഥ, ഐതിഹ്യം. ചന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഐതിഹ്യം. ഉഡു എന്നാൽ നക്ഷത്രം എന്നും പ എന്നാൽ നാഥൻ എന്നുമാണ് അർത്ഥം. നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രൻ. ഒരിക്കൽ ദക്ഷശാപം കാരണം ചന്ദ്രന് തൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു. ശാപമോചനത്തിനായി ചന്ദ്രൻ ഇവിടുത്തെ ഒരു ശിവലിംഗത്തിന് മുന്നിൽ കഠിനമായ തപസ് ചെയ്യുകയും ശാപത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. ചന്ദ്രൻ തപസ് ചെയ്ത ഈ സ്ഥലമാണ് പിന്നീട് ഉടുപ്പി എന്നറിയപ്പെടുന്നത്. ഈ പുരാതന ശിവക്ഷേത്രം, ചന്ദ്രമൗലീശ്വര ക്ഷേത്രം, ഇന്നും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം കാണാം. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് ഇന്നും ഒഴുകിയെത്തുന്നത് എന്ന് പറയുന്നു. ഇനി അതിലും വേറൊരു കഥ കൂടിയുണ്ട്. അവിടെ നമുക്ക് ഒരു കാഴ്ചയായിട്ട് കാണാൻ പറ്റുന്നൊരു കഥ. നമ്മളങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുളത്തിൻ്റെ അടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വിറക് അടുക്കിയിട്ടുള്ള, അതായത് അതിശയകരമായ ഒരു കഥ, വളരെ സവിശേഷമാണ്. കുളത്തിൻ്റെ ആ മധുസരോവരം അടുത്ത ഒരു വലിയ തേരിൻ്റെ രഥത്തിൻ്റെ ആകൃതിയിൽ വളരെ മനോഹരമായിട്ട് അടുക്കടുക്കായിട്ട് വിറക് അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിന് വിറക് രഥം, അല്ലെങ്കിൽ കന്നഡയിൽ പറയുകയാണെങ്കിൽ കട്ടിരഥ എന്നറിയപ്പെടുന്നു. ഇതിന് പിന്നിൽ വളരെ പഴക്കമുള്ള ഐതിഹ്യമാണ്. അതായത് പര്യായ മഹോത്സവവും വിറക് രഥവും.
ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ഭരണം അവിടുത്തെ അഷ്ടമഠങ്ങളുടെ സ്വാമിമാർക്ക് 2 വർഷത്തേക്ക് കൈമാറുന്ന ചടങ്ങാണ് പര്യായം. ഈ 2 വർഷം മുഴുവൻ ക്ഷേത്രത്തിലെത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് ദിവസവും 3 നേരം സൗജന്യമായി സദ്യ നൽകേണ്ടതുണ്ട്. ഭഗവാൻ കൃഷ്ണന് അന്നബ്രഹ്മം എന്നൊരു പേര് കൂടിയുണ്ട്. അത്രയധികം ഭക്ഷണമാണ് ഇവിടെ പാകം ചെയ്യുന്നത്. ഇതിനാവശ്യമായ വിറക് ശേഖരിച്ച് വെക്കുന്നതിനാണ് ഈ വിറക് രഥം നിർമ്മിക്കുന്നത്. ഇതിന് പിന്നിൽ ഐതിഹ്യം എന്താ വെച്ചാൽ, മധ്വാചാര്യരുടെ കാലം മുതലുള്ള ആചാരം. 13-ാം നൂറ്റാണ്ടിൽ ശ്രീ മധ്വാചാര്യർ അഷ്ടമഠങ്ങൾക്ക് രൂപം നൽകിയപ്പോൾ തന്നെ വരുന്ന ഭക്തർക്ക് അന്നദാനം മുടങ്ങരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നു. അതിനായിട്ട് വിറക് മുൻകൂട്ടി ശേഖരിക്കുന്ന ഈ സമ്പ്രദായം അന്നേ തുടങ്ങിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ വാദിരാജതീർത്ഥ സ്വാമികളാണ് പര്യായ സമ്പ്രദായം പരിഷ്കരിച്ച് ഈ വിറക് ശേഖരത്തിന് ഒരു കലാരൂപം നൽകിയത്. കലാപരമായ നിർമ്മിതി. കേവലം വിറക് കൂട്ടിയിടുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു പുതിയ മഠാധിപതി ഭരണം ഏൽക്കുന്നതിന് ഏകദേശം 1 വർഷം മുൻപ് തന്നെ ഇതിൻ്റെ പണി തുടങ്ങും. ആശാരിമാരും തൊഴിലാളികളൊക്കെ ചേർന്ന് വിറക് കഷ്ണങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള അളവിൽ മുറിച്ച് ഒരു ആണി പോലും ഉപയോഗിക്കാതെ പരസ്പരം കോർത്ത് വെച്ചാണ് ഈ ഭീമാകാരമായ രഥം ഉണ്ടാക്കുന്നത്. അതിൽ അഗ്നിദേവനോടുള്ള പ്രാർത്ഥന ഉണ്ട്. ഈ വിറക് രഥം പണി തീരുന്നതോടെ വിറക് മുഹൂർത്തം എന്നൊരു വലിയ ചടങ്ങുണ്ട്. 2 വർഷത്തെ അന്നദാനത്തിന് യാതൊരു തടസ്സവും വരാതെ അഗ്നിദേവൻ തുണയ്ക്കണം എന്ന പ്രാർത്ഥനയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. 2 വർഷത്തെ ഭരണകാലത്തെ ആവശ്യാനുസരണം ഈ രഥത്തിൽ നിന്നാണ് വിറകെടുക്കുക. പുറമേ നിന്ന് നോക്കിയാൽ വിറക് അടുക്കി വെച്ചതാണെന്ന് തോന്നുമെങ്കിലും മുകളിൽ മേൽക്കൂരയൊക്കെ ഒരു യഥാർത്ഥ രഥത്തിൻ്റെ ആകൃതി ഇതിനുണ്ടാകും. ക്ഷേത്രങ്ങളിൽ വരുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കാഴ്ചയാണത്. അതേപോലെ ക്ഷേത്ര തുറക്കുന്ന സമയം ഏകദേശം 4:30-ക്കാണ് തുറക്കുക. പിന്നെ രാത്രി 9:30 വരെയും തുറന്നിരിക്കും എന്നുള്ളതാണ്. അതേപോലെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ വൈകുന്നേരം 6 to 9 വരെയൊക്കെയാണ് ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള സമയം. അന്നദാനം എങ്ങനെയെന്ന് വെച്ചാൽ 11:30 തുടങ്ങിയിട്ട് 3 മണി വരെയും രാത്രി 7:30 തുടങ്ങിയ 9:30 വരെയും അന്നദാനം ഉണ്ട്. അപ്പോൾ അന്നദാനത്തിനൊന്നും പ്രശ്നമില്ല എന്നർത്ഥം. ഉടുപ്പിയിലേക്ക് യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിനിന് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ മംഗലാപുരത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ ഉടുപ്പിയിൽ ചെന്നിട്ടോ ഗോവയ്ക്കോ ബോംബെയ്ക്കോ ഒക്കെ പോകുന്ന ട്രെയിനിൽ കയറിയാൽ നേരെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടുന്ന് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന്. അത് ഓട്ടോ ബസ്സോ ഏതെങ്കിലുമൊക്കെ കിട്ടും. മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, നേത്രാവതി, പരശുരാം എക്സ്പ്രസ്, എറണാകുളം മഡ്ഗോവ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ ആ വഴിയിലാണ് പോകുന്നത്. റോഡ് മാർഗ്ഗമാണെങ്കിൽ കാറിന് യാത്ര പോവാം. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാവരും ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ആ മഹത്വത്തെ പറ്റി, അതായത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനോളം പ്രസക്തമായ ആ ഉണ്ണിക്കണ്ണനെ കാണാൻ ഗുരുവായൂർ വരുന്ന ആളുകളൊക്കെ, പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് പോയിട്ട് ഉടുപ്പി ക്ഷേത്രത്തിലും ചെല്ലുക. അത് അത്രയുമേൽ കണ്ണൻ്റെ എന്താ പറയുക, കൈ പതിഞ്ഞ ആ ഒരു സ്ഥലമെന്ന് പറയാം ആ വിഗ്രഹത്തിൻ്റെ. അപ്പോൾ നമുക്കൊക്കെ അവിടെ നിന്ന് എത്താൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഉടുപ്പി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് എന്തെങ്കിലും സൗകര്യം ആവശ്യമാണെങ്കിൽ അപ്പോൾ എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി, നമുക്ക് ചെയ്യാം. അതുപോലെ മൂകാംബിക ക്ഷേത്രത്തിലും. അപ്പോൾ എന്താവശ്യത്തിനും ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാം. എന്ത് കമൻറ്റുകളാണെങ്കിലും അയച്ചാൽ മറുപടി നൽകുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.